കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിൽ സ്വകാര്യ ബസ്സിനിടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പരവൂർ സ്വദേശി ഓമനയമ്മയാണ്. ഇത് പുനർജന്മമാണെന്ന് ഓമനയമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അപകടം പറ്റിക്കിടന്നു പോയാൽ ആരും പരിചരിക്കാനില്ലെന്ന വിഷമം മാത്രമേയുള്ളൂ. ദൈവത്തിന് നന്ദിയെന്നും ഓമനയമ്മ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഞെട്ടലോടുകൂടി കണ്ടു. അതും കൊല്ലം പാരിപ്പള്ളിയിൽ അമ്മാരത്തുമുക്കിൽ റോഡ് മറികടക്കവേ ഒരു അമ്മ ബസ്സിനടിയിൽ പെടുന്ന ദൃശ്യമാണ്. അത് ഓമനമ്മയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. എല്ലാവർക്കും ഞെട്ടൽ ഉളവാക്കിയ സംഭവമാണ്. ഒരു പുനർജന്മമാണ് അമ്മയ്ക്ക് ഉണ്ടായത്. അമ്മ, ഇന്നലെ വൈകിട്ട് എത്ര മണിക്കായിരുന്നു ഈ സംഭവം? 4:47. അമ്മ എവിടെ പോയിട്ട് വരികയായിരുന്നു? ജോലിക്ക് പോയിട്ട് വരികയായിരുന്നു. അന്നേരം ഈ നടന്ന സംഭവം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്തായിരുന്നു? ബസ് എന്നെ കാത്തിട്ടേക്കാണെന്ന് പറഞ്ഞ് ഞാൻ മറികടന്നു. അന്നേരം അവര് കാണാതെ അവരെടുത്ത് ഞാൻ അതിന്റെ കീഴായപ്പം ബസ് അവിടെ ഉള്ളവര് യാത്രക്കാരും എല്ലാവരും കൂടെ തടഞ്ഞു നിർത്തി എന്നെ എനിക്ക് നിൽക്കാൻ വയ്യ. എൻ്റെ കാലിലല്ലേ ആവശ്യത, തലയിൽ നിന്ന് പൊട്ടി രക്തം കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ആശുപത്രി അവർ എന്നെ കൊണ്ടുപോയി. ഒരു ഓട്ടോക്കാരൻ പറഞ്ഞ് ആശുപത്രി പോട്ട്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ആരുമില്ല, തിരുവനന്തപുരത്ത് പോകണില്ലെന്ന് പറഞ്ഞു. അവരെല്ലാമൊക്കെ നോക്കി സ്കാൻ ചെയ്യാൻ പിന്നെ അവിടത്തേക്ക് വിട്ടിട്ട് പിന്നെ അവിടെ എല്ലാം ഞങ്ങൾ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്തു. പരിപ്പ് തലയും മുറിവും കാലിലെ ചതവും. ഒരാരും വന്നില്ല. കണ്ടിട്ട് കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആശുപത്രി ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ അടിയിൽ പെട്ടുപോയൊരു നിമിഷം അമ്മ എന്ത് വിചാരിച്ചു? ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു? എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് ചിലപ്പം കിട്ടിയെന്നിരിക്കും. എന്റെ ചതവും മുറിവും എന്നെ നോക്കാനാര് കാണുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. എന്നെ നോക്കാൻ ആരും ഇല്ലാത്തോണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഈശ്വരന് നന്ദി തന്നെ. ഇനി ഞാൻ ഒരുപാട് നാള് ജീവിച്ചിരിക്കുന്നതെന്നല്ല ഇനി അനുഭവിക്കാൻ കിടക്കുന്നതായിരിക്കും. വേദനയുണ്ട്. വേദന ഉണ്ടാണ്. ഭൂമിക്ക് വരായിട്ടല്ലേ കിടക്കുന്നത്. തീർച്ചയായിട്ടും അമ്മയുടെ കാലിൽ പൊട്ടലുണ്ട്. ആ പൊട്ടലിന്റെ വേദന മാത്രമാണുള്ളത്. രണ്ടാമതൊരു ജന്മം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ചതവുണ്ട് ശരീരത്താകമാനം. തലയിലും ആ പൊട്ടലുണ്ട്. എന്തായാലും രണ്ടാം പുനർജന്മം ലഭിച്ച അമ്മ ഇവിടെ വിശ്രമത്തിലാണ്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.